അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഡെന്റൽ ചികിത്സ ഇപ്പോൾ കൊച്ചി തോപ്പുംപടിയിൽ ഡോക്ടർ ദിനെക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്കിൽ ലഭ്യമാണ്. പല്ല് നിരയാക്കാൻ ഇനി കമ്പിയിട്ട് വേദന സഹിക്കേണ്ട. ക്ലിയർ അലൈനർ ധരിക്കൂ, പല്ല് കാണിച്ചു തന്നെ ചിരിച്ചോളൂ. കുട്ടികൾക്കായി അത്യാധുനിക രീതിയിൽ ഡെന്റൽ കെയർ കൂടാതെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, എക്സ്ട്രാക്ഷൻ, സ്കെയിലിംഗ്, റെസ്റ്റോറേഷൻസ്, ഓർത്തോഡോണ്ടിക്സ്, ഇമ്മീഡിയറ്റ് പെയിൻ റിലീഫ്, പോസ്റ്റ് ആൻഡ് കോർ ബിൽഡപ്പ്, dental trauma care, dental fixing, crown fixing, dentures, dental implants, dental venous, tooth whitening എന്നിവയാണ് ഞങ്ങളുടെ സേവനങ്ങൾ. അതും ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ അഫോർഡബിൾ കോസ്റ്റിൽ നിങ്ങൾക്ക് ഡോക്ടർ ദിനെക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്കിൽ സേവനം ലഭിക്കുന്നു. ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനെക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238355070. നഗരസഭ 19 ഡിവിഷൻ MLA റോഡിൽ കോൺവെന്റ് ജംഗ്ഷനിൽ കാനയുടെ സ്ലാബുകൾ തകർന്നത് പ്രതിഷേധത്തിനിടയാക്കും. നഗരസഭ 19 ഡിവിഷനിൽ MLA റോഡിൽ നിന്നും എത്തുന്ന സെന്റ് അഗസ്റ്റിൻസ് ജംഗ്ഷനിൽ പ്രവേശിക്കുന്നിടത്ത് കാനയുടെ സ്ലാബുകൾ തകർന്നിട്ട് 5 മാസം കഴിഞ്ഞിട്ടും കലുങ്ക് പണിയാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധം ശക്തമാവുന്നു. ഇവിടെ ശാസ്ത്രീയമായ കലുങ്ക് നിർമ്മിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഞാനൊരു ടാക്സി ഡ്രൈവറാണ്. നമ്മുടെ ഇതിലെ കൂടി ഫാത്തിമ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്കൊക്കെ അവിടെ സ്റ്റക്കാവുന്ന സമയത്ത് ഈ വഴിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ വഴി വളരെ മോശമായതുകൊണ്ട് ഇതിലേ കൂടി വരുമ്പോൾ പേഷ്യൻസിനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. ഇതെല്ലാം സഹിച്ചിട്ട് പോകാൻ ഈ വഴിയൊന്ന് റെഡിയാക്കി കിട്ടിക്കഴിഞ്ഞെങ്കിൽ എത്രയും വളരെ സുഖസുന്ദരമായിട്ട് അവരായിട്ട് പോകാൻ പറ്റുമല്ലോ. ഗവൺമെൻറ് റോഡാണിത്. അതിൻ്റെ സ്ലാബൊക്കെ ഇടിഞ്ഞടക്കണയാണ്. നമ്മുടെ സ്വന്തം കുട്ടികളാണെങ്കിലും ഇതിലേ കൂടിയാണ് വരുന്നത്. ഞങ്ങളുടെ കുട്ടികളെ അതിൻ്റെ അപ്പുറം നിർത്തിയിട്ടാണ് നമ്മൾ വിളിച്ചുകൊണ്ട് വരുന്നത്. ഇവിടെ പരിസരവാസികൾക്ക് പോലും മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വണ്ടികൾ കുറേ പോകുന്നുണ്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ സ്കൂളിൽ ഇവിടെ CBSE സ്കൂൾ, സെൻറ്റ് റീതാസ് പബ്ലിക് സ്കൂൾ ഇവിടെ അടുത്ത് തന്നെയാണ്. അവരുടെ വണ്ടികൾ പോലും ഈ സ്ലാബിൻ്റെ അപ്പുറം നിർത്തിയിട്ട് കുട്ടികളെ ഇറക്കി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. എന്തോരം വലിയ വണ്ടികളാണ് വീടിൻ്റെ ആവശ്യത്തിനാണെങ്കിലും പണിയുടെ ആവശ്യത്തിനാണെങ്കിലും ഇതിലേക്ക് കൂടി കടന്നു പോകുന്നത്. ഒരു രക്ഷയില്ല. നമുക്ക് പോകാനാണെങ്കിലും നടന്നു പോകണമെങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് പേടിയാണ്. സ്ലാബ് ചവിട്ടിയ കുട്ടികളായിട്ടൊക്കെ വീഴുമോ എന്ന് ഓർത്തിട്ട്. കോൺക്രീറ്റുകൾ കാനയിൽ വീണ് വെള്ളം ഒഴുകിപ്പോകാനാതെ ബ്ലോക്കായി സമീപ പ്രദേശങ്ങളിലെ വീടുകളിലേക്ക് മലിനജലം കയറുന്ന സാഹചര്യമുണ്ട്. ഒട്ടേറെ വാഹനങ്ങൾ കുഴി വീണ് അപകടമുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. 21-ാം തീയതി ഒരു സ്ലാബ് ഇടിഞ്ഞ് താഴെ വീഴുകയും വാഹനങ്ങളൊന്നും കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഇവിടെയുള്ളതെന്നും നാട്ടുകാർ പറയുന്നു. താൽക്കാലികമായി പരിഹാരം കാണുകയും ഇതിന് താൽക്കാലികമായി ഒരു സ്ലാബ് ഇട്ട് പരിഹരിക്കേണ്ട കാര്യമല്ലായിരുന്നു. അന്ന് മുതലേ ഞങ്ങൾ പറഞ്ഞതാണ് ഇവിടെ കലിങ്കാണ് പണിയേണ്ടതെന്ന്. കലിങ്ക് പണിയാമെന്ന് പറയുന്നല്ലാതെ 5 മാസക്കാലമായിട്ട് കൗൺസിലറേയും കണ്ടിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രതികരിക്കേണ്ടടുത്തൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവസാനമായി കൗൺസിലർ ചെയ്യാൻ കൂട്ടാക്കിയില്ലെങ്കിൽ നമുക്ക് പിന്നെ മേയറോട് പറയുക, അതിന് മുകളിലുള്ള ആളുകളോട് പറയുകയേ മാറുകയുള്ളൂ. ഇവിടെ ഒരു CBSE സ്കൂളും പ്രവർത്തിക്കുന്നുണ്ട്. പ്രദേശത്തേക്കുള്ള ഏക സഞ്ചാരമാർഗം തടസ്സപ്പെട്ടിട്ടും കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ മുൻകൈയെടുക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. പരിസരവാസികൾ ഒപ്പിട്ട ഭീമ ഹർജി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് നൽകുവാനും പ്രത്യക്ഷ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനും തീരുമാനിച്ചിട്ടുണ്ട്. NG തോമസ്, ബാബു കൈതവളപ്പിൽ, സിസ്റ്റർ മിനി ആഗ്നസ്, സിസ്റ്റർ ഷെയ്നി, സിസ്റ്റർ ക്രിസ്റ്റീന, സിസ്റ്റർ ബിന്ദു, സിസ്റ്റർ സിസിലിയ, സിസ്റ്റർ മേരി വർഗീസ്, ലീമ സെബി തുടങ്ങിയവർ സംസാരിച്ചു. ഈ സ്കൂളിലേക്കുള്ള ഏക സഞ്ചാര മാർഗമാണ് ഈ റോഡ്. കുട്ടികളും രക്ഷിതാക്കളും അതുപോലെ തന്നെ സ്കൂളിലേക്കുള്ള എല്ലാ വണ്ടികളും വരുന്നത് ഈ റോഡിലൂടെയാണ്. 6 മാസക്കാലത്തോളമായി കൗൺസിലറെയൊക്കെ ഞങ്ങൾ ഒത്തിരി അറിയിച്ചതാണ് ഈ കാര്യങ്ങൾ. ആദ്യത്തെ അറിയിപ്പിൽ ഒരു ചെറിയ സ്ലാബ് കൊണ്ടിട്ട് അത് നികത്തിയിട്ടുണ്ട്. പക്ഷേ അതൊരു സഞ്ചാരയോഗ്യമായി മാറിയിട്ടില്ല. കുട്ടികളുടെ സുരക്ഷിതത്വം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എത്രയും വേഗം തന്നെ ഇതിനൊരു നടപടി ഉണ്ടാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. KG മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ നടന്നും സൈക്കിളിനും വണ്ടിക്കുമൊക്കെ പോകുന്ന ഒരു റോഡാണിത്. ആകെയുള്ള ഒരു സഞ്ചാരമാർഗം ഈ റോഡ് മാത്രമാണ്. കഴിഞ്ഞ ജൂലൈ മാസം മുതൽ ഇവിടുത്തെ കലുങ്കിൻ്റെ സ്ലാബ് തകർന്ന് കിടക്കുകയാണ്. പലപ്പോഴായി ഇത് കോർപ്പറേഷൻ ശ്രദ്ധയിൽപ്പെടുത്തുകയും കൗൺസിലർ അറിയിക്കുകയും ചെയ്തിട്ടും ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല ഇതുവരെയും. താൽക്കാലികമായി ഒരു സ്ലാബ് ഇട്ടുവെങ്കിലും അത് വീണ്ടും പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായി കിടക്കുകയാണ് ഈ റോഡ്. ഞങ്ങളുടെ സ്കൂൾ ബസ്സും കടന്നു പോകാനായിട്ട് പറ്റുന്നില്ല. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.